നമസ്കാരം. PC ജോർജിന് പിന്നാലെ ജോസ് കെ മാണിക്കും BJPയിലേക്ക് ക്ഷണം നൽകിയെന്ന് സൂചന. രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രിസ്ഥാനവും ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് BJP ഇപ്പോൾ ഇത്തരമൊരു ക്ഷണം നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. LDFൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയില്ല എങ്കിൽ കേരള കോൺഗ്രസിനെ ഒന്നടങ്കം LDFൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ ഇപ്പോൾ BJP നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഇതിനായി മധ്യ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കേരള കോൺഗ്രസ് നേതാവ് ചർച്ചകൾക്ക് ചുക്കാനും പിടിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2 എംപിമാരും 7 MLAമാരുമാണ് UDFൽ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ സ്വന്തമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ MLAമാരുടെ എണ്ണം 5ആയി കുറഞ്ഞിരിക്കുന്നു. രാജ്യസഭയിലും പാർലമെന്റിലും കേരള കോൺഗ്രസ് എമ്മിന് സാന്നിധ്യം ഇല്ലാതെയായി. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ അസംതൃപ്തി പുകയുകയാണ് എന്ന BJPയുടെ നിഗമനത്തിലാണ് തീരുമാനങ്ങൾ. എന്നാൽ എത്ര കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും UDFയിലേക്ക് മടങ്ങിപ്പോകാൻ കേരള കോൺഗ്രസിന് നിലവിൽ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി അടുത്ത ജനപ്രതിനിധിയാകണമെങ്കിൽ ജോസ് കെ മാണിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നത് ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ NDAയുടെ ഭാഗമാകുക എന്നതാണ് ജോസ് കെ മാണിക്ക് മുന്നിലുള്ള വഴിയെന്ന് BJP നേതൃത്വം പറയുന്നു. അടുത്തിടെ BJPയിൽ ചേർന്ന മുൻ സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് ജോസ് കെ മാണിയെ LDFയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. കേരളത്തിൽ ആദ്യമായി തൃശൂരിൽ ഒരു MPയെ വിജയിപ്പിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടെ BJP നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ക്ഷണം നൽകുന്നതെന്നതും ശ്രദ്ധേയം. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയാൽ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടലെന്നാണ് സൂചന. ഇതിനിടെയാണ് ജോസ് കെ മാണിക്കായി BJP കളമൊരുക്കിയതെന്നും അഭിപ്രായം പറയുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K മുരളീധരനെയും BJP സ്വാഗതം ചെയ്യുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഇതോടൊപ്പം ഉയരുന്നു. മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ BJPയിലേക്ക് എത്തണമെന്ന് സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് എത്തുന്ന സാഹചര്യം കൂടെയാണ് ഇത്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 3ാം സ്ഥാനത്ത് എത്തുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെങ്കിൽ അത് BJPക്കൊപ്പം നിന്ന് വേണ്ടി വരും എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേസമയം എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ BJPയിലേക്ക് വരുന്ന സാഹചര്യമാണ്. CPMൽ നിന്നുൾപ്പെടെ നേതാക്കൾ വരാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ്. CPM നേതാക്കളുടെ ബൂത്തിൽ വരെ BJPക്കാണ് ലീഡ് ഉണ്ടായിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച 11 മണ്ഡലങ്ങളിലും ജയിക്കാൻ ഇനി പദ്ധതി ഉണ്ട് എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും പാർട്ടിയിൽ നിന്നുള്ള ഉള്ളൊഴുക്ക് അത് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇത്.